ഹയോ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട വകുപ്പായിരുന്നു നോക്കിയത് അല്ലെ. രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട സെക്ഷൻ 7 ആയിരുന്നു നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ചട്ടം അല്ലെങ്കിൽ റൂള് നമ്മൾ എന്ത് ചെയ്യും, അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നു പറഞ്ഞായിരുന്നു അല്ലെ. നമുക്ക് ഈ ക്ലാസ്സിൽ എന്ത് നോക്കാം, നമുക്ക് റൂള് നോക്കാം. രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട സെക്ഷൻ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അല്ലെങ്കിൽ ഞാനൊരു ലിങ്ക് നൽകിയിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് നൽകിയിട്ടുണ്ട്. അതിൽ നിങ്ങൾ മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾ റൂൾ 4 വരിക, ഈ ക്ലാസ്സിലേക്ക് വരിക, എങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകുള്ളൂ. നമുക്ക് നോക്കാം. ഇവിടെ പറയുന്നുണ്ട്, ഇപ്പൊ റൂള് 4 എന്തിനെ കുറിച്ച് പറയുന്നത്, രജിസ്ട്രേഷനെ കുറിച്ച് പറയുന്നത്. റൂള് 4 രജിസ്ട്രേഷനെ കുറിച്ച് പറയുന്നത് എന്ന് ഓർത്ത് വെച്ചിട്ട് റൂള് 4 സെക്ഷൻ 7 കേട്ടോ. സെക്ഷൻ 7 റൂള് 4 എന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ ഇവിടെ ഒന്നാമത്തെ സബ് റൂളിൽ പറയുന്നുണ്ട്, നോക്കിയേ, ഓൺ റെസിപ്റ്റ് ഓഫ് ആൻ ആപ്ലിക്കേഷൻ അണ്ടർ റൂൾ 3. ഇപ്പം റൂള് 3 പ്രകാരം, ചട്ടം 3 പ്രകാരം സംഘം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഒരു അപേക്ഷ രജിസ്ട്രാറിന് മുൻപാകെ ലഭിക്കുകയാണെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യണം പറയുന്നുണ്ട്. ദ രജിസ്ട്രാർ ഷാൾ enter the particulars of the application in the register of application to be maintained in form number 2. Okay, and give a serial number to the application and issue a receipt in acknowledgement thereof. Okay, എന്താണ് പറയുക, അതായത് ഇവിടെ നമ്മൾ നോക്കാം. ഇപ്പൊ റൂള് 3 പ്രകാരമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ അപേക്ഷ സമർപ്പിക്കുന്നത് അല്ലെ. റൂള് 3 പ്രകാരം നമ്മൾ ഫോം നമ്പർ 1 അപേക്ഷ സമർപ്പിക്കുന്നത്. ഇതിലാണ് ഫോറൻ നമ്പർ 1 നമ്മൾ റൂള് 3 പ്രകാരം അപേക്ഷ സമർപ്പിക്കുന്നത്. അങ്ങനെ ഒരു അപേക്ഷ രജിസ്ട്രാറിന്റെ മുൻപാകെ നമ്മൾ നൽകിക്കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്തു, ആദ്യം അപേക്ഷ മേടിക്കും. അപേക്ഷ മേടിച്ചിട്ട് അവിടെ ഫോം നമ്പർ 2 നിങ്ങൾക്ക് ഈ സംഭവം, ഈ ഫോം നമ്പർ 2 അവിടെ എന്തുണ്ട്, ഒരു രജിസ്റ്റർ ഉണ്ട്. അതായത് ഇങ്ങനെ അപേക്ഷകൾ ലഭിക്കുമ്പോൾ അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഒരു രജിസ്റ്റർ ആണ് ഫോറൻ നമ്പർ 2 ഉണ്ടെന്ന് ഓർത്ത് വെച്ചിട്ട്. ഫോം നമ്പർ 2 ഒരു രജിസ്റ്റർ ഉണ്ട്. അദ്ദേഹം ആ അപേക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അപേക്ഷയ്ക്ക് ഒരു ക്രമ നമ്പർ ഒക്കെ ഇടും. കാരണം നിലവിൽ എത്ര അപേക്ഷ വന്നിട്ടുണ്ട്, അടുത്ത അപേക്ഷ വരുമ്പോൾ എന്താണ്, ആ ക്രമ നമ്പർ ഇടും. അപ്പൊ ഒരു ക്രമ നമ്പർ ഇട്ടിട്ട് അദ്ദേഹം എന്ത് ചെയ്യും, ഒരു രസീത് നൽകും. അപേക്ഷ സ്വീകരിച്ചതായി ഒരു അക്നോളജ്മെന്റ് അല്ലെ, ഒരു രസീത് നൽകും എന്ന് ഓർത്ത് വെച്ചിരിക്കണം. ഓക്കെ, ക്ലിയർ ആയി ഞാൻ വിചാരിക്കുന്നു. ഫസ്റ്റ് ഓർത്ത് നോക്കുക, നമ്മൾ ഫോറൻ നമ്പർ 1 റൂള് 3 പ്രകാരം സംഘം രജിസ്റ്റർ ചെയ്യാൻ അപേക്ഷ രജിസ്ട്രാറിന് മുൻപാകെ നൽകുന്നത്. രജിസ്ട്രാറിന്റെ കയ്യിൽ ഇങ്ങനെ ഒരു അപേക്ഷ കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം ആദ്യം എന്ത് ചെയ്ത് വെച്ചാൽ ഒരു സീരിയൽ നമ്പർ ഇടും. അപേക്ഷയ്ക്ക് സീരിയൽ നമ്പർ ഇട്ടിട്ട് ഫോം നമ്പർ 2 എന്ന് പറയുന്ന ഒരു രജിസ്റ്റർ, ഒരു വലിയ ബുക്കാണ്. ആ രജിസ്റ്ററിലേക്ക് ഈ അപേക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം റെക്കോർഡ് ചെയ്യും. റെക്കോർഡ് ചെയ്തിട്ട് അങ്ങനെ അപേക്ഷ സ്വീകരിച്ചു ലഭിച്ചു എന്നതിനുള്ള ഒരു രസീതും കൊടുക്കും നൽകും. അതാണ് അവിടെ എന്താണ് സബ് റൂൾ 1 പറയുന്നത്. 3-ാം ചട്ടത്തിന് കീഴിൽ ഒരു അപേക്ഷ കിട്ടിയാൽ രജിസ്ട്രാർ അപേക്ഷ സംബന്ധിച്ച വിവരങ്ങൾ 2-ാം നമ്പർ ഫോറത്തിൽ തയ്യാറാക്കിയ രജിസ്റ്ററിൽ രേഖപ്പെടുത്തും. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യും, അപേക്ഷയ്ക്ക് ക്രമ നമ്പർ നൽകുകയും അപേക്ഷ ലഭിച്ചു എന്നതിന് തെളിവായി ഒരു രസീത് നൽകേണ്ടതും ആവുന്നു എന്ന് ഓർത്ത് വെച്ചേക്കും. അപ്പൊ അപേക്ഷ കിട്ടിയേ, ഫോം നമ്പർ 2 എഴുതി. ഇനിയിപ്പോ രജിസ്ട്രാർ ഇങ്ങനെ വായിച്ചു നോക്കും. രജിസ്ട്രാർ എന്താണ് അവിടെ എക്സാമിൻ ചെയ്യുക. The registrar shall then examine the application and the bylaw in order to satisfy that the condition specified in clauses A to F of section 7 and rule 3 are satisfied. അദ്ദേഹം പറയുന്നുണ്ട്, അങ്ങനെ അപേക്ഷ കിട്ടി, ഫോം നമ്പർ 2 എന്ന് പറയുന്ന രജിസ്റ്ററിൽ അപേക്ഷ എഴുതിയതിനു ശേഷം അദ്ദേഹം ആ അപേക്ഷ വളരെ വിശദമായിട്ട് പരിശോധിക്കും. ആര്, രജിസ്ട്രാർ. ഓക്കെ, രജിസ്ട്രാർ അപേക്ഷ വളരെ വിശദമായിട്ട് എക്സാമിൻ ചെയ്യും അല്ലെങ്കിൽ പരിശോധിക്കും. എന്തൊക്കെയാണ് പരിശോധിക്കുന്നത്, നമ്മൾ ഓൾറെഡി സെക്ഷൻ 7 പഠിച്ചപ്പോൾ അവിടെ A to F വരെ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടില്ലേ. എന്താണ്, പ്രവർത്തന പരിധി ഓവർലാപ്പ് ചെയ്യുന്നുണ്ടോ, അപേക്ഷ എന്താണ് ആക്ട് റൂളിന് വിധേയമായിട്ടാണോ, അതുപോലെ തന്നെ സെക്ഷൻ 4 പ്രകാരമാണോ ഒബ്ജക്റ്റ് ഉള്ളത്, തുടങ്ങിയ കാര്യങ്ങൾ ഞാൻ പഠിപ്പിച്ച കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പൊ ആ കാര്യങ്ങളൊക്കെ രജിസ്ട്രാർ എന്ത് ചെയ്യണമെന്ന് പറയാം, രജിസ്ട്രാർ ഇവിടെ എക്സാമിൻ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. തുടർന്ന് 7-ാം വകുപ്പിലെ A മുതൽ F വരെയുള്ള ഉപവകുപ്പുകളിലെയും 3-ാം ചട്ടത്തിനും വ്യക്തമാക്കുന്ന വ്യവസ്ഥകൾ പാലിച്ചിട്ടുണ്ടെന്ന് ബോധ്യപ്പെടുന്നതിന് രജിസ്ട്രാർ അപേക്ഷയും ബൈലോയും പരിശോധിക്കും എന്ന് ഓർത്തു വെച്ചേക്കുക. അപ്പൊ ഇതും മനസ്സിലായി, ഇത് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി പറയാണ് 3-ാമത്തെ സബ് റൂളിൽ പറയാണ്, the registrar may call for such further information or make such inquiry as he may deem necessary or direct the chief promoter to make such modification in the proposed bylaw as he may deem fit എന്ന് പറയുകയാണ്. ഇനിയിപ്പം ഇങ്ങനെ അപേക്ഷയൊക്കെ പരിശോധിച്ചതിന് ശേഷം എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ രജിസ്ട്രാറിന് അറിയണമെന്നുണ്ടെങ്കിൽ അല്ലെ, എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ ക്ലാരിറ്റി കിട്ടണം, കുറച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ രജിസ്ട്രാർ എന്ത് ചെയ്യും, ചോദിക്കും. അപ്പോൾ രജിസ്ട്രാർ മേ കോൾ ഫോർ സച്ച്
ഫർദർ ഇൻഫർമേഷൻ പുതിയതായിട്ട് എന്തെങ്കിലും വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ രജിസ്ട്രാർ എന്തെങ്കിലും ചീഫ് പ്രൊമോട്ടറെ വിളിച്ച് ചോദിക്കുമെന്ന് ഓർത്ത് വെച്ചേക്കുക. അല്ലെങ്കിൽ ഓർ മേക്ക് എൻക്വയറി ആസ് ഹി മേ ഡീം നെസസറി, അല്ലെങ്കിൽ അദ്ദേഹം രജിസ്ട്രാർ തന്നെ ഒരു ഇൻക്വയറി അങ്ങ് നടത്തും, അദ്ദേഹം തന്നെ പരിശോധിക്കും. അല്ലെങ്കിൽ പറയാണ് ഓർ ഡയറക്ട് the chief promoter to make such a modification in the proposed bylaw as he may deem fit. അല്ലെങ്കിൽ ചീഫ് പ്രൊമോട്ടർ പറയും എന്താണ്, ചീഫ് പ്രൊമോട്ടറോട് പറയും എടാ പ്രപ്പോസ്ഡ് ബൈലോയിൽ ആവശ്യമായിട്ടുള്ള മോഡിഫിക്കേഷൻസ് കൊണ്ടുവരണം, ഇത് പ്രോപ്പർ അല്ല, കുറച്ചുകൂടെ മോഡിഫിക്കേഷൻസ് കൊണ്ടുവരണം എന്നും പറയുന്ന ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഇവർ പറയുന്നത് ഇങ്ങനെയാണ്, രജിസ്ട്രാറിന് കൂടുതൽ വിവരങ്ങൾ ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ പറയുന്നത് അദ്ദേഹത്തിന് ആവശ്യമാണെന്ന് തോന്നുന്ന തരത്തിലുള്ള അന്വേഷണം നടത്തുകയോ നിർദ്ദിഷ്ട ബൈലോയിൽ അദ്ദേഹത്തിന് യുക്തമെന്ന് തോന്നുന്ന തരത്തിലുള്ള ഭേദഗതികൾ വരുത്തുന്നതിന് മുഖ്യ സംഘാടകൻ, അതായത് ചീഫ് പ്രൊമോട്ടർ എന്ന് പറയും, അദ്ദേഹത്തിന്റെ മലയാളമാണ് മുഖ്യ സംഘാടകൻ, ആ ചീഫ് പ്രൊമോട്ടറോട് നിർദ്ദേശിക്കുകയോ ചെയ്യാവുന്നതാണ്. ക്ലിയർ അല്ലേ? എന്നാണ് ഞാൻ പറഞ്ഞത്. രജിസ്ട്രാർക്ക് കൂടുതൽ വിവരങ്ങൾ ആവശ്യമെന്ന് തോന്നുകയാണ്, കൂടുതൽ വിവരം ഫർദർ ഇൻഫർമേഷൻസ് എന്ത് ചെയ്യാം, ആവശ്യപ്പെടാം. അല്ലെങ്കിൽ പറയണം അദ്ദേഹത്തിന് ആവശ്യമാണെന്ന് തോന്നുന്ന തരത്തിലുള്ള അന്വേഷണം നടത്താം, രജിസ്ട്രാർ സ്വന്തമായിട്ട് വേണമെങ്കിലും കാര്യങ്ങൾ ചെക്ക് ചെയ്യാമെന്നാണ് പറയുക. അല്ലെങ്കിൽ പറയാണ് നിർദ്ദിഷ്ട പ്രപ്പോസ്ഡ് ബൈലോയിൽ ആവശ്യമായിട്ടുള്ള മാറ്റം വരുത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം, ചീഫ് പ്രൊമോട്ടറോട് നിർദ്ദേശിക്കുകയും ചെയ്യാം എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ബാക്കി പറയാണ് ദ ചീഫ് പ്രൊമോട്ടർ ദെയർ അപ്പോൺ ഫർണിഷ് സച്ച് ഇൻഫർമേഷൻ ഓർ മേക്ക് സച്ച് മോഡിഫിക്കേഷൻ ഇൻ ദ പ്രപ്പോസ്ഡ് ബൈലോ ആസ് ദ രജിസ്ട്രാർ മേ ഡയറക്ട് വിത്ത് ദ കൺസെന്റ് ഓഫ് ദ ആപ്ലിക്കൻസ് വിതിൻ എ പീരിയഡ് ടു ബി സ്പെസിഫൈഡ് ബൈ ഹിം എന്നാ പറയുക. എന്താ അർത്ഥം വെക്കുക, നിർദ്ദിഷ്ട ബൈലോയിൽ ഓർത്ത് വെച്ചേക്കുക ഒരു സമയപരിധി കൊടുക്കും, ഇത്ര ദിവസമായിട്ട് നിങ്ങൾ ഇന്ന ഡീറ്റെയിൽസ് തരണം, അല്ലെങ്കിൽ ഇന്ന മോഡിഫിക്കേഷൻസ് ബൈലോയിൽ കൊണ്ടുവരണം എന്ന് നമ്മൾ രജിസ്ട്രാർ പറയുള്ളൂ. അപ്പോൾ ആ സമയത്തിനുള്ളിലായിട്ട് എന്ത് ചെയ്യണം, എന്തെങ്കിലും വിവരങ്ങൾ നമ്മുടെ രജിസ്ട്രാർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ വിവരങ്ങൾ ചീഫ് പ്രൊമോട്ടർ നൽകണം. അല്ലെങ്കിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് കൊണ്ടുവരാൻ വേണ്ടിയാണ് അവിടെ നിർദ്ദേശിച്ചിട്ടുള്ളതെങ്കിൽ ആ മോഡിഫിക്കേഷൻസും ആ സമയപരിധിക്കുള്ളിലായിട്ട് കംപ്ലീറ്റ് ചെയ്യണമെന്ന് ഓർത്ത് വെച്ച്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ പറയുന്നത്? രജിസ്ട്രാർ അനുവദിച്ചിട്ടുള്ള സമയപരിധിക്കുള്ളിൽ നിർദ്ദിഷ്ട ബൈലോയിൽ അദ്ദേഹം നിർദ്ദേശിച്ച ഭേദഗതികൾ അപേക്ഷകരുടെ സമ്മതത്തോടെ മുഖ്യ സംഘാടകൻ വരുത്തുകയോ, അല്ലെ അപേക്ഷകരുടെ സമ്മതം കൂടെ വേണം കേട്ടോ, സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല, ആപ്ലിക്കൻസ് ഉണ്ടല്ലോ, അവരുമായിട്ട് ഡിസ്കസ് ചെയ്യണം, ഡിസ്കസ് ചെയ്തിട്ട് വേണം രജിസ്ട്രാർ പറഞ്ഞ കാര്യങ്ങൾ ചീഫ് പ്രൊമോട്ടർ ചെയ്ത് കൊടുക്കും. എന്തെങ്കിലും ഡീറ്റെയിൽസുകൾ ചോദിക്കുകയാണെങ്കിൽ ഡീറ്റെയിൽസ് കൊടുത്താൽ മതി. ഇനി ബൈലോയിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ കൊണ്ടുവരണം എന്ന് പറയുകയാണെങ്കിൽ അത് നമ്മൾ ആപ്ലിക്കൻസിനോടൊക്കെ പറയണം, എല്ലാ കാര്യവും ആപ്ലിക്കൻസിനോട് പറഞ്ഞാൽ അവരെല്ലാം കൂടെ വിളിച്ചിരുത്തി വേണം കാര്യങ്ങൾ ചെയ്യാമെന്ന് ഓർത്ത് വെച്ചേക്കും. എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത് ഈ സ്ലൈഡിൽ? ഒന്നാമത് പറഞ്ഞു, രജിസ്ട്രാറിന്റെ കയ്യിൽ അപേക്ഷ കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം ഫോം നമ്പർ 2 എന്ന് പറയുന്ന ഒരു രജിസ്റ്റർ ഉണ്ട്, ആ രജിസ്റ്ററിലേക്ക് കാര്യങ്ങൾ എഴുതും, അപേക്ഷയ്ക്ക് ഒരു സീരിയൽ നമ്പർ ഒക്കെ ഇടും, എന്നിട്ട് അപേക്ഷ സ്വീകരിച്ചതായി ഒരു രസീത് അങ്ങ് നൽകും. പിന്നെ രജിസ്ട്രാർ നോക്കണം സെക്ഷൻ 7 സബ്സെക്ഷൻ 7 മുതൽ F വരെയുള്ള കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ, അത് റൂളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കണം. അത് നോക്കിയിട്ട് എന്തെങ്കിലും പുതിയ വിവരങ്ങൾ, അഡീഷണൽ ആയിട്ട് വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ചീഫ് പ്രൊമോട്ടറെ വിളിച്ച് ചോദിക്കുകയോ, അല്ലെങ്കിൽ ബൈലോയിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തണം എന്ന് ആവശ്യമെന്ന് തോന്നുകയാണെങ്കിൽ, ബൈലോയിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തണം എന്ന് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യും, ആ ചീഫ് പ്രൊമോട്ടറോട് പറയണം അവ ഇതിൻ്റെ അകത്ത് എന്താണ് ഇന്ന മോഡിഫിക്കേഷൻസ് ഒക്കെ കൊണ്ടുവരണം. ഇപ്പൊ ചീഫ് പ്രൊമോട്ടർ എന്ത് ചെയ്യും, അവിടെ വന്നിട്ട് സംഘത്തിലുള്ള ബാക്കി അല്ലെ നമ്മുടെ നിർദ്ദിഷ്ട സംഘം, പ്രപ്പോസ്ഡ് സൊസൈറ്റി എന്ന് പറയാം, സംഘം രജിസ്റ്റർ ചെയ്തിട്ടില്ലല്ലോ, രജിസ്റ്റർ ചെയ്യാൻ പോകുന്ന സംഘമല്ലേ, അപ്പൊ അവിടെയുള്ള അപേക്ഷയിലേക്ക് വിളിച്ചിരുത്തി ആവശ്യമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ കൊണ്ടുവരണം എന്ന് ഓർത്തു വെച്ചേക്കുക. ക്ലിയർ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ പറയാണ്, ഇഫ് ദ രജിസ്ട്രാർ ഈസ് സാറ്റിസ്ഫൈഡ് ദാറ്റ് the proposal society has complied the above requirements as he may request the chief promoter to submit a certificate from the financing bank stating the credit balance by way of depositing the initial share capital collected from the promoting members in favor of the proposal society as per section 7, and he may register the society and its bylaw and issue to the society free of cost a certificate of registration in form number 3 signed by himself and bearing his official seal along with a certified copy of the bylaw as approved and registered by him എന്ന് ഓർത്ത് വെച്ചേക്കുക. ഇപ്പൊ നമ്മൾ പറഞ്ഞു, മുകളിൽ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ല, ഈ കാര്യങ്ങളൊക്കെ നിറവേറ്റുകയാണെങ്കിൽ അല്ലേ, നമ്മൾ പറഞ്ഞു രജിസ്ട്രാർ സാറ്റിസ്ഫൈ ചെയ്യണം, രജിസ്ട്രാറിനെ ബോധ്യപ്പെടുത്തണം, എല്ലാ കാര്യങ്ങളും ആക്ടിനും റൂളിനും ഒക്കെ വിധേയപ്പെട്ടാണ് ഇരിക്കുന്നത്, എല്ലാം പ്രോപ്പറാണ്. പിന്നെ നമ്മുടെ രജിസ്ട്രാർ ചോദിച്ചിട്ടുള്ള അഡീഷണൽ ഡീറ്റെയിൽസുകളും ഒക്കെ നമ്മുടെ സംഘം കൊടുക്കുമല്ലോ, ചീഫ് പ്രൊമോട്ടറും ആ ആപ്ലിക്കേഷനും കൊടുക്കും. ഇതെല്ലാ കാര്യങ്ങളും പക്കായാണെങ്കിൽ, അതാണ് പറയുക, നിർദ്ദിഷ്ട സംഘം മുകളിൽ വിവരിച്ച സംഗതികൾ നിറവേറ്റിയിട്ടുണ്ടെന്ന് രജിസ്ട്രാർക്ക് ബോധ്യപ്പെടുകയാണെങ്കിലും എന്താ പറയുക, അതോടൊപ്പം തന്നെ 7 പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെടുന്നതിന് നിർദ്ദേശിക്കപ്പെട്ടുള്ള സംഘം പ്രൊമോട്ടർമാരിൽ നിന്ന് കുറച്ച് പൈസ മേടിച്ചിട്ടുണ്ടാവാം അല്ലേ. അതായത് നമ്മൾ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു,
ഇപ്പോൾ ഒരു ക്രെഡിറ്റ് സംഘമാണെങ്കിൽ 2.5, നോൺ ക്രെഡിറ്റ് സംഘമാണെങ്കിൽ മിനിമം 1 ലക്ഷം എന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. അപ്പൊ ഇതൊക്കെ ഒരു ഇവിടെ ഫിനാൻസിങ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും. ഓക്കെ, നമ്മൾ അപേക്ഷകരിൽ നിന്ന് നമ്മൾ ഓൾറെഡി ഒരു 30 വെച്ചേക്കാം, ഒരു 30 അപേക്ഷകളുണ്ടെന്ന് വെച്ച്. അപ്പൊ ഈ 30 അപേക്ഷ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഈ ചീഫ് പ്രൊമോട്ടർ മേടിക്കും അല്ലെ. ചീഫ് പ്രൊമോട്ടർ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കും. കാരണം മിനിമം എത്ര രൂപ വേണമെന്നാണ് പറഞ്ഞത്. ഉദാഹരണം ഞാൻ പറയാം. മിനിമം നമ്മൾ ഒരു ക്രെഡിറ്റ് സംഘമാണെങ്കിൽ 2.5, ഇനി നോൺ ക്രെഡിറ്റ് ആണെങ്കിൽ 1 പറഞ്ഞായിരുന്നു. അപ്പൊ ഇങ്ങനെ പൈസ തന്നെ മേടിക്കുമല്ലോ. അപ്പൊ ഈ ക്യാഷ് എല്ലാം കൂടെ നമ്മൾ എവിടെ, ഈ ഇനീഷ്യൽ ഷെയർ ക്യാപിറ്റൽ എല്ലാം കൂടെ നമ്മൾ എവിടെ കൊണ്ടിടും? ഒരു ഫിനാൻസിങ് ബാങ്കിൽ കൊണ്ടും. കേരള ബാങ്കിലായിരിക്കും പൊതുവെ ഇടുക അല്ലെ. ഫിനാൻസിങ് ബാങ്കിലേക്ക് കൊണ്ടുപോയി ആരും ചീഫ് പ്രൊമോട്ടർ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പൊ പറയാണ് രജിസ്ട്രാർ എല്ലാ കാര്യങ്ങളും സാറ്റിസ്ഫൈഡ് ആണ് അല്ലെ, എല്ലാ കാര്യങ്ങളും പക്കാണ്, എല്ലാ കാര്യങ്ങളും സാറ്റിസ്ഫൈഡ് ആണ്, ബോധ്യപ്പെട്ടു. അങ്ങനെ ബോധ്യപ്പെട്ട് കഴിയുമ്പോൾ വീണ്ടും എന്താ ചീഫ് പ്രൊമോട്ടർ നമ്മുടെ എന്ത് ചെയ്യും? രജിസ്ട്രാർ എന്ത് ചോദിക്കുന്ന പറയാ, ഇഫ് ദ രജിസ്ട്രാർ ഈസ് സാറ്റിസ്ഫൈഡ് ദാറ്റ് ദ പ്രൊപ്പോസൽ സൊസൈറ്റി ഹാസ് കംപ്ലൈഡ് വിത്ത് ദ എബോവ് റിക്വയർമെന്റ്സ്. നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും സാറ്റിസ്ഫൈഡ് ആണ്, ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ രജിസ്ട്രാർ ചീഫ് പ്രൊമോട്ടർ പറയും, എടാ വെച്ചേ എന്താണ് ആ ഫിനാൻസിങ് ബാങ്കിൽ നിന്ന്, അതായത് നിങ്ങൾ പൈസ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, നിങ്ങൾ ഇനീഷ്യൽ ഷെയർ ക്യാപിറ്റൽ ഇത്ര രൂപ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടില്ലേ, അപ്പൊ നിങ്ങൾ ഫിനാൻസിങ് ബാങ്കിൽ നിന്ന് ആ ഡെപ്പോസിറ്റിന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാൻ പറയും. Clear ആണ്. To submit a certificate from the financing bank stating the credit balance. അതായത് ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ ഡെപ്പോസിറ്റ്. ബാങ്കിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ക്രെഡിറ്റ് ബാലൻസ് ഡെപ്പോസിറ്റ് ആണ്. പറയും എടാ നീ പോയിട്ട് എന്ത് ചെയ്യണം, നീ പോയിട്ട് ആ ഡെപ്പോസിറ്റ് ചെയ്ത്, നിങ്ങൾ പൈസ മേടിച്ച് ഡെപ്പോസിറ്റ് ചെയ്തില്ലേ, ആ ക്രെഡിറ്റ് ബാലൻസ് ഉള്ള ആ എന്താണ് അവിടെ പൈസ ഡെപ്പോസിറ്റ് ചെയ്തു എന്നുള്ള ആ സർട്ടിഫിക്കറ്റ് കൂടെ കൊണ്ടുവരാൻ പറയും. ഓക്കെ, അങ്ങനെ അതും കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്കും രജിസ്ട്രാർ എന്ത് ചെയ്യും? രജിസ്ട്രാർ സംഘം രജിസ്റ്റർ ചെയ്ത് കൊടുക്കും. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ എല്ലാ കാര്യങ്ങളും സാറ്റിസ്ഫൈഡ് ആണ്, എല്ലാ കാര്യങ്ങളും പക്ക ആണെങ്കിൽ പറയും, ചീഫ് പ്രൊമോട്ടറോട് പറയും, എടാ പക്ഷേ നീ പോയിട്ട് എന്ത് ചെയ്യണം, ആ ഫിനാൻസിങ് ബാങ്കിൽ നിന്ന് നിങ്ങൾ പൈസ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അവിടുത്തെ ഇത്ര രൂപ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടില്ല, ഇനീഷ്യൽ ഷെയർ ആയിട്ട് നിങ്ങൾ മേടിച്ച പൈസ അവിടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പൊ അതിന്റെ ആ സർട്ടിഫിക്കറ്റ്, ആ ഡെപ്പോസിറ്റ് സർട്ടിഫിക്കറ്റ് കൂടെ ഇനി കൊണ്ടുവരാൻ പറയും. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യും? പ്രോപ്പറായിട്ട് ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും എല്ലാ കാര്യങ്ങളും പക്കയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ രജിസ്ട്രാർ സംഘം രജിസ്റ്റർ ചെയ്ത് കൊടുക്കും. അതാണ് പറയാൻ ഹി മേ രജിസ്റ്റർ ദ സൊസൈറ്റി ആൻഡ് ഇറ്റ്സ് ബൈലോ. സംഘവും അതുപോലെ തന്നെ പ്രപ്പോസ്ഡ് ബൈലോ നമ്മൾ സമർപ്പിച്ചത് അദ്ദേഹം രജിസ്റ്റർ ചെയ്ത് തരും. ഓക്കെ, അപ്പൊ ഓർത്ത് നോക്കുക, എല്ലാ കാര്യങ്ങളും പക്ക ആണെങ്കിൽ രജിസ്ട്രാർ രജിസ്റ്റർ ചെയ്ത് തരും. പിന്നെ പറയുന്നുണ്ട്, അപ്പൊ നമുക്ക് എന്ത് അവിടെ ഇഷ്യൂ ചെയ്യും? എ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നമുക്ക് ഇഷ്യൂ ചെയ്യും. അത് ഏത് ഫോമിലാണെന്ന് ചോദിച്ചാൽ അത് ഫോറം നമ്പർ 3 ഓർത്ത് വെച്ചേക്കുക. ഫോം നമ്പർ 3 പഠിക്കണം കേട്ടോ, വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് ഫോം നമ്പർ 1. ആപ്ലിക്കേഷൻ കിട്ടിക്കഴിയുമ്പോൾ രജിസ്ട്രാർ ഒരു രജിസ്റ്റർ എഴുതും. അത് ഏത് ഫോമിലാണെന്ന് ചോദിച്ചാൽ അത് ഫോം നമ്പർ 2 രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുക. ഇനി ഫോം നമ്പർ 3 എന്ന് പറയുന്നത് ആ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. ഓക്കെ, ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ രജിസ്ട്രാർ എന്ത് ചെയ്യും? ഫ്രീ ഓഫ് കോസ്റ്റ് രജിസ്റ്റർ ചെയ്ത് തരുന്നത്. സൊസൈറ്റി ഫ്രീ ഓഫ് കോസ്റ്റ്, പൈസ ഒന്നും മേടിക്കില്ല. രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പൈസ ഒന്നും മേടിക്കില്ല. രജിസ്ട്രേഷൻ ഫീസ് നമ്മൾ ഓൾറെഡി അടയ്ക്കണം, അതിന് ചെല്ലാൻ നമ്മൾ ഇതിന്റെ കൂടെ പിൻ ചെയ്ത് വെക്കണം. പക്ഷെ ഓർത്ത് നോക്കുക, രജിസ്റ്റർ ചെയ്ത് തരുന്നതിന് അദ്ദേഹം പൈസ ഒന്നും ഈടാക്കത്തില്ല. അതാണ് പറയാ, എന്ത് ചെയ്യും? അത് രജിസ്ട്രാർ may register the society and its bylaw and issue to the society free of cost a certificate of registration in form number 3. ഫോറം നമ്പർ 3 അല്ലെ ഫ്രീ ഓഫ് കോസ്റ്റിൽ തന്നെ എന്ത് ചെയ്യും? ആ ഫോറം നമ്പർ 3 ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അദ്ദേഹം ഇഷ്യൂ ചെയ്യും. സൈൻഡ് ബൈ ഹിംസെൽഫ് ആൻഡ് ബിയറിംഗ് ഹിസ് ഒഫീഷ്യൽ സീൽ along with a certified copy of the bylaw as approved and registered by him. ഇപ്പം നമുക്ക് ഫോം നമ്പർ 3 ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ രജിസ്റ്റേർഡ് ബൈലോയുടെ ഒരു കോപ്പിയും നമുക്ക് തരും കേട്ടോ. രജിസ്റ്റേർഡ് ബൈലോ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ആ ബൈലോ ഉണ്ടല്ലോ, അത് അദ്ദേഹം എന്ത് ചെയ്യും? രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ അതിനെ നമ്മൾ രജിസ്റ്റേർഡ് ബൈലോ എന്ന് പറയും. ബൈലോ എന്ന് പറഞ്ഞാൽ ഒരു സംഘത്തിന്റെ ബൈലോ എന്ന് പറയുമ്പോൾ അത് രജിസ്റ്റേർഡ് ബൈലോ ആയിരിക്കണം. ഓക്കെ, അപ്പം അദ്ദേഹം എന്ത് ചെയ്യും? ആ ബൈലോയിൽ നമുക്ക് രജിസ്റ്റർ ചെയ്ത് തരും എന്ന് ഓർത്ത് വെച്ചേക്കാം. ഈ കാര്യം ഒന്ന് പഠിക്കണം, ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ദ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഷാൾ കണ്ടെയ്ൻ ദ രജിസ്ട്രേഷൻ നമ്പർ ഓഫ് ദ സൊസൈറ്റി ആൻഡ് ഡേറ്റ് ഓഫ് ഇറ്റ്സ് രജിസ്ട്രേഷൻ. അപ്പൊ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത് ചോദിച്ചാൽ ഓർത്ത് വെച്ചേക്കുക. ദ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഷാൾ കണ്ടെയ്ൻ എ രജിസ്റ്റർ നമ്പർ. ഒരു രജിസ്റ്റർ നമ്പരും ഉണ്ടാവും. പിന്നെ എന്തുണ്ടാവും? രജിസ്റ്റർ നമ്പർ ആൻഡ് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ. എന്നാണ് രജിസ്റ്റർ ചെയ്ത് എന്നാണ് സംഘം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്, ആ ഒരു ഡേറ്റും പിന്നെ എന്താണ് പറയുക, രജിസ്ട്രേഷൻ നമ്പറും ഉണ്ടായിരിക്കും. പിന്നെ പറയുന്നുണ്ട്, ഇത് നോക്കുക,
The registrar may assign for each district and each class or such a class of society a code symbol for giving registration number to the society. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കോഡ് ഉണ്ട് കേട്ടോ. ഓരോ ജില്ലയ്ക്കും ഓരോ കോഡുകളുണ്ട്. കോട്ടയം ജില്ല, എറണാകുളം ജില്ല, തൃശ്ശൂർ, ഓരോ ജില്ലയ്ക്കും ഓരോ കോഡും പിന്നെ ഓരോ ക്ലാസ് ഓഫ് സൊസൈറ്റീസ് ഉണ്ടല്ലോ, അതിനും ഓരോ കോഡ് ഉണ്ടായിരിക്കും എന്ന് ഓർത്ത് വെച്ചേക്കുക. അതിനും ഒരു രജിസ്ട്രാർ ഒരു കോഡ് എന്ത് ചെയ്യാറുണ്ട്, അസൈൻ ചെയ്യാറുണ്ട്. അതാ പറയുക, ദ രജിസ്ട്രാർ മേ അസൈൻ ഫോർ ഈച്ച് ഡിസ്ട്രിക്ട് ആൻഡ് ഈച്ച് ക്ലാസ് ഓർ സച്ച് ക്ലാസ് ഓഫ് സൊസൈറ്റി എ കോഡ് സിമ്പിൾ, ഒരു കോഡ് സിമ്പിൾ ഉണ്ടായിരിക്കും ഫോർ ഗിവിംഗ് രജിസ്ട്രേഷൻ നമ്പർ ടു ദ സൊസൈറ്റി എന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ പറയുന്നുണ്ട്, വെൻ എ സൊസൈറ്റി ഹാസ് ബിൻ രജിസ്റ്റേർഡ് ദ ബൈലോസ് ആസ് അപ്രൂവ്ഡ് ആൻഡ് രജിസ്റ്റേർഡ് ബൈ ദ രജിസ്ട്രാർ ഷാൾ ബി ദ രജിസ്റ്റേർഡ് ബൈലോ ഓഫ് ദ സൊസൈറ്റി ഫോർ ദ ടൈം ബീയിങ് ഇൻ ഫോഴ്സ് എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അതായത് നമ്മൾ സംഘം രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ അദ്ദേഹം നമ്മുടെ ബൈലോയും കൂടെ എന്ത് ചെയ്യും, രജിസ്റ്റർ ചെയ്ത് തരും. അതിനെ നമ്മൾ രജിസ്റ്റേർഡ് ബൈലോ എന്ന് പറയും. ഓക്കെ, അതായിരിക്കും ഇനി കാര്യങ്ങൾ. ആ രജിസ്റ്റേർഡ് ബൈലോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് അനുസൃതമായിട്ട് വേണം നമ്മൾ സംഘത്തിൽ ബിസിനസ് നടത്താൻ. ഓക്കെ, ഇന്റേണൽ ലോ എന്നൊക്കെ അറിയപ്പെടുന്ന രജിസ്റ്റേർഡ് ബൈലോ ആണ് കേട്ടോ. ഓക്കെ, ഇനി പറയാണ്, നോക്കിയേ, ഇഫ് ദ രജിസ്ട്രാർ ഈസ് സാറ്റിസ്ഫൈഡ് ദാറ്റ് ദ പ്രപ്പോസൽ സൊസൈറ്റി will not fulfill the economic interest of the public in accordance with the cooperative principles mentioned in Schedule 2 of the Act, or the registration of the society will make an adverse effect on the development of cooperative movement, or he is satisfied that the object of the proposed society is against the preamble of the Act, the registrar shall pass an order of refusal together with the reasons thereof and communicate it by registered post or speed post or such courier services approved by the High Court of Kerala or Government of Kerala to the chief promoter within 15 days of such order എന്ന് പറയുകയാണ്. എന്താ പറയുക, വളരെ പ്രധാനപ്പെട്ടതാണ് കാര്യമാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ പറയാണ്, ഇഫ് ദ രജിസ്ട്രാർ ഈസ് സാറ്റിസ്ഫൈഡ് ദാറ്റ് the proposed society will not fulfill the economic interest of the public, അതായത് നമ്മുടെ സംഘം, ഈ സംഘം രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ എന്താണ്, ഇത് ഒരു കാരണവശാലും നമ്മുടെ ഒബ്ജക്റ്റ് നിറവേറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു സംഘത്തിന്റെ ലക്ഷ്യം എന്തായാലും നമ്മൾ പറഞ്ഞു, അതായത് ആ എന്താ പറയുക, അവിടുത്തെ അംഗങ്ങളുടെ സാമ്പത്തിക താല്പര്യങ്ങൾ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണെന്ന് ഓർക്കുക അല്ലേ. അപ്പോൾ ഷെഡ്യൂൾ 2 പ്രകാരം നമ്മുടെ സഹകരണ തത്വങ്ങൾക്ക് അനുസൃതമായിട്ട് നമ്മൾ പ്രവർത്തിക്കണം. അപ്പോൾ പറയുന്നുണ്ട്, പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ സംഘത്തിലെ അംഗങ്ങളുടെ സാമ്പത്തിക താല്പര്യം കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. രജിസ്ട്രാർ നോക്കുമ്പോൾ ഇത് അങ്ങനെ കാത്തു സൂക്ഷിക്കാൻ പറ്റുന്നില്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയാണെങ്കിൽ, ഇവിടെ പറയുന്നുണ്ട്, നിർദ്ദിഷ്ട സംഘം ഷെഡ്യൂൾ 2 പ്രതിപാദിച്ചിരിക്കുന്ന സഹകരണ തത്വങ്ങൾക്ക് അനുസൃതമായി പൊതുജന സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കില്ല എന്ന് രജിസ്ട്രാർക്ക് ബോധ്യമായാൽ, അതായത് ഒബ്ജക്റ്റ് അവിടെ നിറവേറ്റാൻ പറ്റുന്നില്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യമായാലോ, അല്ലെങ്കിൽ പറയുന്നത്, ഓർ ദ രജിസ്ട്രേഷൻ ഓഫ് ദ സൊസൈറ്റി വിൽ മേക്ക് ആൻ അഡ്വേഴ്സ് എഫക്ട് ഓൺ ദ ഡെവലപ്മെന്റ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ്. ഇപ്പൊ എന്താ പറയുക, ഇവിടെ മറ്റൊരു കാര്യം നോക്കാം അല്ലെ. അത് ഞാൻ പറഞ്ഞു, സംഘത്തിന്റെ ഒബ്ജക്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, സെക്ഷൻ 4 പ്രകാരമുള്ള ഒബ്ജക്റ്റ് സാറ്റിസ്ഫൈ ചെയ്യാതെ വരികയോ, അല്ലെങ്കിൽ എന്താണ് പറയുക, ഈ സംഘത്തിന്റെ രജിസ്ട്രേഷൻ കാരണം സഹകരണ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് പ്രതികൂലമായി ബാധിക്കുകയോ. അഡ്വേഴ്സ് എഫക്ട് എന്ന് പറഞ്ഞാൽ ഈ സംഘം അവിടെ രജിസ്റ്റർ ചെയ്ത് സംഘം പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് പ്രതികൂലമാകുകയാണെന്ന് തോന്നിയാലോ. ഒന്നാമത് പറയാണ്, സെക്ഷൻ 4 പ്രകാരമുള്ള ഒബ്ജക്റ്റ് സാറ്റിസ്ഫൈ ചെയ്യാതിരിക്കുകയോ, അല്ലെങ്കിൽ ഈ സംഘം രജിസ്റ്റർ ചെയ്താൽ അത് സഹകരണ പ്രസ്ഥാനത്തിന് തന്നെ വിനയായി മാറിയാലോ എന്ന് തോന്നിയാലോ, അല്ലെങ്കിൽ പറയുകയാണ്, എന്താണ് പറയാ, ഓർ ഹി സാറ്റിസ്ഫൈഡ് ദ ഒബ്ജക്ട് ഓഫ് ദ പ്രപ്പോസൽ സൊസൈറ്റി ഈസ് അഗൈൻസ്റ്റ് ദ പ്രിയാമ്പിൾ ഓഫ് ദ ആക്ട്. നമ്മുടെ ആക്ടിന് വിപരീതമാണ്, നമ്മുടെ ആക്ടിലും റൂളിലും ഒക്കെ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ, പ്രൊവിഷൻസ് ഉണ്ടല്ലോ അല്ലെ, ചില വ്യവസ്ഥകളുണ്ട്, അതിന് വിരുദ്ധമാണ് എന്ന് തോന്നുകയാണെങ്കിലും എന്ത് ചെയ്യും, രജിസ്ട്രാർ ഇത് റിജക്ട് ചെയ്യും. ക്ലിയർ ആകുന്നുണ്ടോ? എന്താ പറഞ്ഞത്, രജിസ്ട്രാർ ഇത് റിജക്ട് ചെയ്യും. ഒന്ന്, സെക്ഷൻ 4 പ്രകാരം ഒബ്ജക്റ്റ് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാതിരിക്കുകയോ, അല്ലെങ്കിൽ രജിസ്ട്രാർ തോന്നുകയാണ് ഇത് ഞാനിപ്പോൾ രജിസ്റ്റർ ചെയ്ത് കൊടുത്താൽ നാളെ പണിയാകും അല്ലെ, ഇത് സഹകരണ പ്രസ്ഥാനത്തിന് വിരുദ്ധമായിട്ടായിരിക്കും പ്രവർത്തിക്കുക എന്ന് തോന്നുകയോ, അല്ലെങ്കിൽ പറയാണ് നമ്മുടെ ആക്ടിലും റൂളിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് സംഘത്തിന്റെ ലക്ഷ്യമെന്നോ ഒക്കെ തോന്നുകയാണെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യും, അദ്ദേഹം സംഘം റിജക്ട് ചെയ്ത് വിടും.
അല്ലെ? ഇപ്പൊ പറയാണ് അങ്ങനെ റിജക്ട് ചെയ്യുകയാണെങ്കിൽ രജിസ്ട്രാർ ഷാൽ പാസ് ആൻ ഓർഡർ ഓഫ് റെഫ്യൂസൽ ടുഗദർ വിത്ത് റീസൺസ് ദെയർ ഓഫ്. റിജക്ട് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഞാനിത് റിജക്ട് ചെയ്തത് എന്നുള്ള കാര്യം നമ്മുടെ രജിസ്ട്രാർ സ്പെസിഫൈ ചെയ്യണം. എന്നിട്ട് ഇത് എന്ത് ചെയ്യണം എന്ന് പറയാം, ആൻഡ് ഇറ്റ് കമ്മ്യൂണിക്കേറ്റ് ഇറ്റ് ബൈ രജിസ്റ്റേർഡ് പോസ്റ്റോ. നിങ്ങൾ രജിസ്റ്റേർഡ് പോസ്റ്റിലോ അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റിലോ അല്ലെങ്കിൽ ഹൈക്കോടതിയോ അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് കേരളയോ എന്താ പറയുക അപ്രൂവ് അനുമതി നൽകിയിട്ടുള്ള ഏതെങ്കിലും ഒരു കൊറിയർ സർവീസിലൂടെ എന്ത് ചെയ്യണം, ചീഫ് പ്രൊമോട്ടറെ അറിയിക്കണം. എത്ര ദിവസങ്ങൾക്ക് ആവുമ്പോൾ അറിയിക്കണം എന്ന് ചോദിച്ചാൽ വിതിൻ 15 days ഓഫ് സച്ച് ഓർഡർ എന്ന് ഓർത്ത് വെച്ചേക്കുക. ഒന്നാമത് പറയാണ്, the registrar is satisfied that the purpose society will not fulfill the economic interest of the public in accordance with the cooperative principles mentioned in schedule 2. സാമ്പത്തിക താല്പര്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്നില്ല എന്ന് തോന്നിയാലോ അല്ലെങ്കിൽ പറയാണ് സംഘത്തിന്റെ രജിസ്ട്രേഷൻ കാരണം ഒരു അഡ്വേഴ്സ് എഫക്ട്, ഒരു വിപരീതമായിട്ട് സഹകരണ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് ഒരു വിപരീതമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കുന്നു തോന്നുകയോ അല്ലെങ്കിൽ പറയാണ് നോക്കിയത് ഒബ്ജക്ട് ഓഫ് ദ പ്രപ്പോസ്ഡ് സൊസൈറ്റി ഈസ് എഗൻസ്റ്റ് ദ പ്രിയാമ്പിൾ ഓഫ് ദി ആക്ട്. നമ്മുടെ ആക്ടിന് വിരുദ്ധമാണ് ഇതിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹത്തിന് തോന്നിയാൽ അദ്ദേഹം എന്ത് ചെയ്യും, ഹി ഷാൾ പാസ് ആൻ ഓർഡർ ഓഫ് റെഫ്യൂസൽ, ഒരു റിജക്ഷൻ ഓർഡർ പാസ്സാകും ടുഗദർ വിത്ത് റീസൺസ് ദെയർ ഓഫ്. എന്താണ് കാരണം എന്നും കൂടെ അതിന് മെൻഷൻ ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യും, അങ്ങനെ ഒരു ഈ അപേക്ഷ റിജക്ട് ചെയ്തതിനു ശേഷം ഇത് നമ്മുടെ ചീഫ് പ്രൊമോട്ടറിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ചീഫ് പ്രൊമോട്ടറെ അറിയിക്കണം. എങ്ങനെ അറിയിക്കണം, ഒന്നെങ്കിൽ രജിസ്റ്റേർഡ് പോസ്റ്റ് അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ്, രണ്ടാമത് അല്ലെങ്കിൽ പറയാണ് ഹൈക്കോടതി ഓഫ് കേരളയോ അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് കേരളയോ അനുമതി നൽകിയിട്ടുള്ള അപ്രൂവ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു കൊറിയർ സർവീസിലൂടെ. ഈ 3 രീതിയിൽ എങ്ങനെയെങ്കിലും എന്താണ് ചീഫ് പ്രൊമോട്ടറെ അറിയിക്കണം. എത്ര ദിവസത്തിനുള്ളിൽ അറിയിക്കണം, അത് 15 ദിവസത്തിനുള്ളിൽ അറിയിക്കണം, അല്ലെ? 15 ദിവസത്തിനുള്ളിൽ അറിയിക്കണം. ഇത് തന്നെയാണ് സെക്ഷൻ 7 സബ്സെക്ഷൻ 2 പറഞ്ഞത്. അവിടെ 15 ദിവസത്തിനുള്ളിൽ അറിയിക്കണമെന്നേ പറയുന്നുള്ളൂ, പക്ഷെ എങ്ങനെ അറിയിക്കണമെന്ന് സെക്ഷനിൽ പറയുന്നില്ല, അത് റൂളിലാണ് പറയുന്നത്. ഒന്നുകിൽ രജിസ്റ്റേർഡ് പോസ്റ്റ് അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് അല്ലെങ്കിൽ ഹൈക്കോടതിയോ അല്ലെങ്കിൽ ഗവൺമെന്റോ അനുമതി നൽകിയിട്ടുള്ള ഏതെങ്കിലും ഒരു കൊറിയർ സർവീസിലൂടെ അറിയിക്കണം ചീഫ് പ്രൊമോട്ടറെ. എത്ര ദിവസത്തിനാകുമ്പോൾ അറിയിക്കണം, 15 ദിവസത്തിനാകുമ്പോൾ അറിയിക്കണം. അടുത്ത പോയിന്റ് എന്താണ്, എനി ഡിസിഷൻ ടു രജിസ്റ്റർ സൊസൈറ്റി അണ്ടർ സബ് റൂൾ 4 ഓർ എനി റെഫ്യൂസൽ ഓഫ് ആൻ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് എ സൊസൈറ്റി അണ്ടർ സബ് റൂൾ 5 ഷാൾ ബി മെയ്ഡ് വിതിൻ 60 days. ഇപ്പൊ സെക്ഷൻ 7 പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു 60 ദിവസത്തിനുള്ളിലായിട്ട് തീരുമാനം എടുക്കുമെന്നാണ് പറയുക. അതായത് ഒന്നുകിൽ രജിസ്റ്റർ ചെയ്യാം അല്ലെങ്കിൽ റിജക്ട് ചെയ്യാം. അത് തന്നെയാണ് റൂളിലും പറയുന്നത്, അല്ലേ? അത് തന്നെയാണ് റൂളിലും പറയുന്ന. റൂള് 6 പറയുന്നത് ഇത്രയാണ്, എന്താണ്, എന്ത് വേണമെങ്കിലും ഒന്നുകിൽ രജിസ്റ്റർ ചെയ്യുകയോ അല്ലെ സബ് റൂൾ 4 പ്രകാരം രജിസ്റ്റർ ചെയ്യുകയോ അല്ലെങ്കിൽ സബ് റൂൾ 5 പ്രകാരം റിജക്ട് ചെയ്യുകയോ ചെയ്യാം. പക്ഷെ എന്താണെങ്കിലും കുഴപ്പമില്ല, അപേക്ഷ ലഭിച്ച് 60 ദിവസത്തിനുള്ളിലായിരിക്കണം ഫ്രം ദ ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ. അപേക്ഷ ലഭിച്ച് 60 ദിവസത്തിനുള്ളിൽ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഓർത്തു വെച്ച്. ഓക്കെ അല്ലേ? ഇതിലൂടെ പറയുന്നുണ്ട്, എ കോപ്പി ഓഫ് ദ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ടുഗദർ വിത്ത് എ കോപ്പി ഓഫ് ദ ബൈലോ. ഇപ്പൊ എന്താണ്, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും അതോടൊപ്പം തന്നെ എന്താണ് ബൈലോയുടെ കോപ്പി ആർക്ക് നൽകണം, ഷാൾ ബി ഫർണിഷ്ഡ് ടു ദ ഫിനാൻസിംഗ് ബാങ്ക്. ഫിനാൻസിംഗ് ബാങ്കിന് നൽകണം. പിന്നെ സെൻട്രൽ ഓർ അപ്പെക്സ് സൊസൈറ്റി, ഓക്കെ, സെൻട്രൽ ഓർ അപ്പെക്സ് സൊസൈറ്റി, ദ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ കൺസേൺ ആൻഡ് ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. പറയാണ് ഫിനാൻസിംഗ് ബാങ്കിനെ അറിയിച്ചിരിക്കണം, അല്ലെ? ഫിനാൻസിംഗ് ബാങ്കിന് നൽകണം. ഇനിയിപ്പോൾ സെൻട്രൽ അല്ലെങ്കിൽ അപ്പെക്സ് സൊസൈറ്റി, ഇപ്പോൾ ഒരു പ്രൈമറി സംഘമാണെങ്കിൽ അതിന്റെ സെൻട്രൽ സൊസൈറ്റിയിലേക്കും, ഇനി സെൻട്രൽ സൊസൈറ്റി ആണെങ്കിൽ അതിന്റെ അപ്പെക്സ് സൊസൈറ്റിയിലേക്കും. അപ്പൊ അത് സ്വഭാവം നോക്കി കൊടുക്കാം. നമ്മൾ ഒരു പ്രൈമറി സംഘമാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ പോകുന്നതെങ്കിൽ, അല്ലെ, രജിസ്റ്റർ ചെയ്തതെങ്കിൽ അതിന്റെ സെൻട്രൽ സംഘത്തിലേക്കും, ഇനി സെൻട്രൽ സംഘമാണ് രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ അതിന്റെ അപ്പെക്സ് സംഘത്തിലേക്കും അറിയിക്കണം. അപ്പൊ അതാണ് പറയുക, ഒന്നെങ്കിൽ ഫിനാൻസിംഗ് ബാങ്കിലേക്ക് കൊടുക്കണം, രണ്ടാമത് എന്താണ് സെൻട്രൽ അല്ലെങ്കിൽ അപ്പെക്സ് സംഘത്തിലേക്ക് കൊടുക്കണം, മൂന്നാമത് പറയാണ് എന്താണ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനിലേക്കും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനിലേക്കും നമ്മൾ നൽകണമെന്ന് ഓർത്ത് വെച്ചിരിക്കാം. ഓക്കെ, ആര് രജിസ്റ്റർ ആണ് കേട്ടോ, രജിസ്റ്റർ ആണ്. കോപ്പി ഓഫ് ദ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ടുഗദർ വിത്ത് എ കോപ്പി ഓഫ് ദ ബൈലോ ഷാൾ ബി ഫർണിഷ്ഡ് ടു ദ ഫിനാൻസിംഗ് ബാങ്ക്, സെൻട്രൽ ഓർ അപ്പെക്സ് സൊസൈറ്റി, സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ എന്ന് ഓർത്ത് വെച്ച്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? സിമ്പിൾ ആണ്, ഇനി പാടൊന്നുമില്ല, ഒന്ന് ഓർത്ത് നോക്കിയാൽ മതി. അടുത്ത പറയാണ്, in societies where online system has been implemented, the submission of application for registration and remittance of fee and all other transaction relating to it shall be processed through such online system എന്ന് പറയുകയാണ്. ഓക്കെ, എന്താ പറയുക, ഓൺലൈൻ സമ്പ്രദായം നടപ്പിലാക്കിയിട്ടുള്ള സംഘങ്ങളിൽ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള അപേക്ഷാ സമർപ്പണവും ഫീസ് അടവും മറ്റു നടപടികളും ഓൺലൈൻ സിസ്റ്റത്തിലൂടെ നിർവഹിക്കാവുന്നതാണ് കേട്ടോ, നിർവഹിക്കേണ്ടതാണ്, നിർവഹിക്കാവുന്നതാണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഷാൾ ബി പ്രോസസ്ഡ്.
പറയാണ് ഇൻ സൊസൈറ്റീസ് വെയർ ഓൺലൈൻ സിസ്റ്റം ഹാസ് ബിൻ ഇംപ്ലിമെന്റഡ്, അതായത് ഓൺലൈൻ സമ്പ്രദായം നടപ്പിലാക്കിയിട്ടുള്ള സംഘങ്ങളിൽ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള അപേക്ഷാ സമർപ്പണം, അതായത് സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ, രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള അപേക്ഷാ സമർപ്പണവും ഫീസ് അടവ്, റെമിറ്റൻസ് ഓഫ് ഫീസ് അടവും അതുപോലെ തന്നെ മറ്റ് ഇടപാടുകളും ഒക്കെ നമുക്ക് ഓൺലൈനിൽ കൂടെ കാര്യങ്ങൾ ചെയ്യാവുന്നതാണെന്നും കൂടെ ഓർത്ത് വെച്ചിരിക്കുക. ഇച്ചിരി ലോങ് ക്ലാസ് ആയിപ്പോ അല്ലേ, ഇവിടെ കുറച്ച് ലോങ് ആയിപ്പോയി, എങ്കിലും പഠിക്കുക. രജിസ്ട്രേഷൻ ആയതുകൊണ്ടാണ് ഇത്രയും ഒരു ചെറിയ ലോങ് ആയിപ്പോയത്. ലോങ് ഒന്നും നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ പഠിച്ചേക്കുക. ഞാൻ വളരെ സിമ്പിളായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. നിങ്ങൾ മാക്സിമം നന്നായിട്ട് പഠിക്കുക. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ എന്ത് ചെയ്യുക, ചാനൽ നിങ്ങൾ നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ എന്നും എല്ലാ ദിവസവും രാവിലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. വീഡിയോ ലഭിക്കുന്നതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക, ചാനലിൻ്റെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തേക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പെട്ടെന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ ലഭിക്കുന്നതായിരിക്കും. അപ്പം അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.